ഇത്രയും പാടുപെട്ട് ഇക്കണ്ട പൈസ മുഴുവൻ സേവ് ചെയ്തിട്ട് NHS എന്ന് പറഞ്ഞ വെള്ളാന എല്ലാവരും തീറ്റിപ്പോറ്റി ഇവിടെ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇംഗ്ലണ്ടിലാണ് നടക്കുന്ന ഓർക്കണം, UK നടക്കുന്ന കഥയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പൊന്നു അവൻ എന്നെ ടീമാണ്. കാരണം അത്രയും മനോഹരമായിട്ട് അത്രയും വിദഗ്ധമായിട്ട് എങ്ങനെ പറ്റിക്കാം എന്ന് അവൻ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. സോളമൻ്റെ ഉത്തരവാദിത്വം എന്തുവാണ്? ഈ പറഞ്ഞ സംഭവം ഇവിടെ കൊണ്ട് തിരിച്ചു വയ്ക്കുക. ഇമ്മാനുവൽ എന്താ ചെയ്യുന്നത്? പുള്ളി സ്റ്റോർ കീപ്പറാണ്, സ്റ്റോർ മാനേജറാണ്. പുള്ളി ആ സംഭവം മാറ്റി തിരിച്ചു വെക്കുന്നു, വീണ്ടും അടിച്ചു മാറ്റി മറ്റൊന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ തന്നെ സ്റ്റോക്ക് ഞങ്ങൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി 2,33,000 പൗണ്ട് ഞങ്ങൾ ഇതിനിടയ്ക്ക് ചിലവാക്കി കഴിഞ്ഞു. പക്ഷേ ഈ UML എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ മാത്രമേ ഇത് വിറ്റിട്ടുള്ളൂ. വേറെ ഒരു മനുഷ്യന് പോലും ഒരു ക്ലയൻറ്റ് ഇല്ല. ആ പുതിയ വന്ന പിള്ളേരുടെ കടയിലാണ്. എടോ ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഒരിക്കൽ പിടുത്തം വീണ് കഴിഞ്ഞിട്ടുണ്ടോ അവനോ നിൽക്കുന്ന ജോലിക്ക് ഉൾപ്പെടെ ബാധിക്കും. പൊട്ടനായത് നിങ്ങളുടെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പോർട്ടർമാരായിക്കോട്ടെ, കെയർമാരായിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും വിശുദ്ധരൊന്നും അല്ല. ഹലോ ഗൈസ്, ഈ ചേക്കുച്ചിലേക്ക് സ്വാഗതം. സാധാരണ കേട്ടുകേൾവില്ലാത്ത വേറൊരു കേസിലേക്ക് വരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഈ കടന്ന് കഷ്ടപ്പെട്ട് പാടുപെട്ട് NHSന് വേണ്ടി വർക്ക് ചെയ്യുന്നു. NHS നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഓരോ ഘടകവും ചെക്ക് ചെയ്യുന്നു. നിങ്ങൾക്കൊരു ബാങ്കിനകത്ത് എക്സ്ട്രാ വരുന്നത്, മറ്റേതിനകത്ത് വന്നിപ്പോൾ കേൾക്കുന്നുണ്ട്, ബാങ്ക് ചെയ്യുന്ന പൈസയ്ക്കകത്ത് എക്സ്ട്രാ വരുന്നവരെ തിരിച്ചു പിടിക്കുന്ന കഥയൊക്കെ കേൾക്കുന്നുണ്ട്. ഇത്രയും പാടുപെട്ട് ഇക്കണ്ട പൈസ മുഴുവൻ സേവ് ചെയ്തിട്ട് NHS എന്ന് പറഞ്ഞ വെള്ളാന എല്ലാവരും തീറ്റിപ്പോറ്റി ഇവിടെ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര NHSന് ഒരു 3,79,000 പൗണ്ട് നഷ്ടപ്പെട്ടൊരു കഥയാണ്. വെറും 2-3 പേര് കൂടി ചെയ്തൊരു ഉടായ്പ്, അവിടുത്തെ സ്റ്റാഫ് തന്നെ കൂടി ചെയ്തൊരു ഉടായ്പ്. അവരുടെ തന്നെ സ്റ്റോറിലെ സാധനം ഇവർ തന്നെ അടിച്ചു മാറ്റി ഇവർ തന്നെ ഒരു കമ്പനി വഴി തിരിച്ച് ഈ കമ്പനിക്ക് NHS തന്നെ തിരിച്ചു വിൽക്കുന്നു. ആ NHS ഉടനെ പാവം NHS പൊട്ടരാണല്ലോ, NHS തിരിച്ചു വാങ്ങിക്കുന്നു. തിരിച്ചു വാങ്ങിച്ച ശേഷം അവർ ആ പൈസ പേ ചെയ്യുന്ന ഒരു കമ്പനിക്ക് പേ ചെയ്യുന്നു. ആ പേയ്മെൻ്റ് എടുത്ത ആൾ അവരുടെ അക്കൗണ്ടിനകത്തുനിന്ന് ഈ 3 പേരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ തിരിച്ചു വിടുന്നു. ഇങ്ങനെ 2019 മുതലാണ് തോന്നുന്നു, അതെ 2016 മുതൽ 19 വരെ വർക്ക് ചെയ്ത ഒരാളുടെ കാര്യം ഈ പറയുന്നത്. 2020 ഈ പുള്ളിക്കാരനെ പിടിച്ചു. ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് പേര് വെച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഫുൾ ന്യൂസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ള ആൾക്കാർ ഓരോ ന്യൂസിലും ക്ലിക്ക് ചെയ്ത് വായിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഇത് വളരെ വിവാദമായിട്ടൊരു ന്യൂസാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇതിൻ്റെ പേര് ഡീറ്റെയിൽസ് മൊത്തം പറയുമ്പം ഇതിനെതിരെ ഡിഫെയിം കേസായിക്കോട്ടെ, മറ്റുള്ള കേസായിക്കോട്ടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേര് വെച്ച് ഞാൻ കഴിവതും പറഞ്ഞില്ല. ആൾക്കാരുടെ പേര് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം എന്താണെന്നുള്ള പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ. ഇതൊക്കെ ഇംഗ്ലണ്ടിലാണ് നടക്കുന്ന ഓർക്കണം, UK നടക്കുന്ന കഥയാണ്. അതായത് കൊച്ചു സ്ഥലങ്ങളിൽ കുഞ്ഞു ഇഡലിയും പരിപ്പോടെയും വിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പറ്റിയത് നടക്കും. വലിയ സംഭവങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് അതിനെക്കാട്ടിലും വലിയ കോടികളുടെ തട്ടിപ്പ് നടക്കും. ഇത്രയുള്ള ഇവിടെ നടക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും തിയേറ്റർ സ്റ്റോക്ക് റൂമുകളുടെ കഥ നമുക്കറിയാം. തിയേറ്റർ സ്റ്റോക്ക് റൂംസ്, സപ്ലൈസ്, ഓർഡറിംഗ് സിസ്റ്റം, ഇതൊക്കെ എത്രമാത്രം സ്ക്രൂട്ടനൈസ് ചെയ്താണ് ഇതിൻ്റെ ഓർഡറുകൾ എടുക്കുന്നത്. കാരണം രോഗികളുടെ ജീവനെ ബാധിക്കുന്ന സംഭവമാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എത്ര സ്ക്രൂട്ടനൈസാണ് ഇതിനുവേണ്ടി ഓർഡർ കൊടുക്കുകയും ഓർഡറുകൾ എടുക്കുകയും പ്ലേസ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലുകളിലൊക്കെ. അതേ ട്രസ്റ്റിലെ ഒരാൾ മൂലം ഈ ഒരു ഫുൾ ഹോസ്പിറ്റലിൻ്റെ ഫുൾ തിയേറ്റർ റൂമുകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഫുൾ സ്റ്റോക്ക് തിരിച്ചെടുത്തിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട് പുതിയ ആൾക്ക് ഓർഡർ കൊടുക്കേണ്ടിയിരുന്ന ഒരു ഗതികേടിന് ഈ കഥ തുടങ്ങുന്നത്. 3,67,000 പൗണ്ടിന് നഷ്ടമാണ് വോസ്റ്റർഷെയറിലെ ഒരു ഹോസ്പിറ്റലിന് ഈ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ തിരിച്ച് പ്ലേസ് ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടാകുന്നത്. ഈ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സംഭവം കഴിഞ്ഞല്ലോ, കഥ കഴിഞ്ഞല്ലോ. പക്ഷേ ഈ കഥയുടെ ഓരോ ലെയറും കേൾക്കണം. ഒരു ത്രില്ലർ മൂവി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിൻ്റെ പോലെയാണ് ഈ സംഭവം പോയിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ്. ഇത്ര ഈ മനോഹരം എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ത്രില്ലർ മൂവികളുടെ ആരാധന, ഇത്ര ഹൈസ്റ്റുകളുടെയും ഇങ്ങനത്തെ മൂവികളുടെ ആരാധന. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പൊന്നു അവൻ എന്നെ ടീമാണ്. കാരണം അത്രയും മനോഹരമായിട്ട് അത്രയും വിദഗ്ധമായിട്ട് എങ്ങനെ പറ്റിക്കാം എന്ന് അവൻ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. വിശദമായിട്ടുള്ള കേൾക്കാം. ഈ കേസിലെ പ്രധാനപ്പെട്ട 3 ആളുകളാണുള്ളത്. ഒന്ന് 45 വയസ്സുകാരനായിട്ടുള്ള ഇമ്മാനുവൽ ബാങ്ക. എഴുതിയ സ്പെല്ലിങ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചുതരാം. കാരണം ഇത് വിശദമായിട്ട് പേരെടുത്ത് പറഞ്ഞതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ എഴുതി കാണിക്കുന്നതാണ്, അതാണ് ഭേദം. ഇമ്മാനുവൽ ബാങ്ക. ഇദ്ദേഹം റെഡിച്ചിലെ അലക്സാണ്ടർ ഹോസ്പിറ്റലിൽ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടും ഇവർക്ക് ഇത്തരം സംഭവങ്ങൾക്ക് ആക്സസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന സ്റ്റോക്ക് റൂമുകൾക്കകത്ത് സാധനങ്ങൾ അടുക്കി വെക്കാനും സ്റ്റോക്ക് ചെക്ക് ചെയ്യാനും ഇൻവെൻറ്ററി ഉണ്ടാക്കാനൊക്കെ അവർക്ക് ആക്സസ് ഉണ്ട്. ഇവിടെ നിന്ന് ഈ കാലയളവ് 2016 ഒക്ടോബർ മുതൽ 2019 സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ സ്റ്റോർ റൂമിനകത്തിരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ്. അതായത് ഈ കേസിലെ രണ്ടാമൻ ഈ പുള്ളിക്കാരൻ സോളമൻ അഡയാമി. ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരാണ് അൾട്ടിമേറ്റ് മെഡിക്കൽ UK ലിമിറ്റഡ്, UML ഒരു കമ്പനി. ഈ കമ്പനിയുടെ ദൗത്യം എന്തുവാ? ഇത്തരം സപ്ലൈ ചെയ്യപ്പെടുന്ന വസ്തുക്കൾ, അതായത് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്ന ടൈപ്പിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻസിൻ്റെ തിയേറ്റർ റൂമുകളോട് ബന്ധപ്പെട്ടുള്ള സപ്ലൈകളുണ്ട്. ഇത്തരം സപ്ലൈകൾ കൊടുക്കുകയാണ് ഇവരുടെ ദൗത്യം. അതിനുവേണ്ടിയാണ് ഈ കരാർ ഇവർ ഒപ്പിട്ടിരിക്കുന്നത്. ഈ കമ്പനി സോളമൻ അഡയാമി എന്ന് പറഞ്ഞാൽ എവിടെയോടൊരു മനുഷ്യൻ, നമുക്കൊരു പിടിയില്ല ആളാരാണ്. ഇയാൾക്ക് ഇവിടെ ആർക്കും അറിയത്തുമില്ല. അപ്പോൾ ഈ
NHSന് ഈ കമ്പനിയെ റെക്കമെൻഡ് ചെയ്ത് ഇവരുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തത് ഈ പറയുന്ന ഇമ്മാനുവലാണ്, മുമ്പേ പറഞ്ഞ ഇമ്മാനുവലാണ്. അതേ ഉള്ളൂ ഇമ്മാനുവൽ ഇതുമായിട്ടുള്ള ബന്ധം. നമുക്ക് ഒരു പിടിയില്ല, വേറെ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അതാണ് മനസ്സിലാകുന്നത്. ഇത് എന്ത് പൊട്ടത്തരടി പറയുന്നതാണ്, വേറെ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇവൻ മോഷ്ടിച്ച വസ്തു ഇവൻ വെളിയിൽ കൊണ്ട് ഈ സോളമൻ്റെ കൊണ്ട് കൊടുക്കുന്നു. സോളമൻ ഈ സാധനം മൊത്തം പുതിയ പാക്കറ്റും പുതിയ പാക്കിങ്ങും ആക്കിയിട്ട് അത് ഇതേ ഓസ്ട്രേലിയയിലെ ഇതേ റെഡിച്ചിലെ ഇതേ ഹോസ്പിറ്റലിൽ ഇവർ കൊണ്ടുവയ്ക്കാൻ കൊണ്ടിരുന്നു. ഒരു തവണ പോലും ഒരു ചെക്കുമില്ല. വർഷങ്ങളോളം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈ പറഞ്ഞ പൈസ ഈ സാധനങ്ങൾ അതേപടി തിരിച്ചു കൊണ്ടുവന്നിട്ട് ഹോസ്പിറ്റലിൽ വിൽക്കുന്നു. ഹോസ്പിറ്റലിൽ ഒരു ചോദ്യം ചോദിക്കാതെ ഇതേ സാധനം തിരിച്ച് സ്റ്റോക്ക് റൂമിൽ വാങ്ങിച്ച് വെക്കുന്നു. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച് വെച്ച് വെറും ഒരാഴ്ച കഴിഞ്ഞാൽ അന്നേരം ഇവൻ ഇത് വീണ്ടും ചുമന്നുകൊണ്ട് ഇറങ്ങി പോവാണ്. വീണ്ടും ഇതേ സാധനം, അങ്ങനെ ഒരേ സാധനം തന്നെ 2, 3, 4 തവണ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരേ സാധനം പലതവണ ഇങ്ങോട്ട് വിറ്റിട്ടുണ്ട്. അടിച്ചുകൊണ്ട് പോയ സാധനം തിരിച്ചു വിറ്റിരിക്കുകയാണ്. ഇങ്ങനെ അടിച്ചു മാറ്റി വെളിയിൽ കൊണ്ടിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ വിൽക്കപ്പെടുന്നത് ഈ പറയുന്ന വോസ്റ്റർഷെയർ അക്യൂട്ട് ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റ് വാറ്റെന്നാണ്, WAHT. ഈ കമ്പനി, ഈ ഗ്രൂപ്പാണ് തിരിച്ചു വാങ്ങിക്കുന്നത് അല്ലേ. അവരുടെ സ്റ്റോക്ക് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ സാധനം അവർ വീണ്ടും തിരിച്ചു വാങ്ങിക്കുകയാണ്. ഇവർ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആർക്കാ? UMLന്. അപ്പോൾ UMLൻ്റെ പേയ്മെൻറ്റ് ഈ പറഞ്ഞ സംഭവത്തിനകത്താണ് പോകുന്നത്. ഈ കമ്പനി ബർമിംഗ്ഹാമിലെ ടൈസ്ലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട് ബേസ് ചെയ്തിട്ടാണ് ഈ കമ്പനി ഇരിക്കുന്നത്, ഈ സോളമൻ്റെ കമ്പനി ഇരിക്കുന്നത്. ഇനി ഈ മൂന്നാമത്തെ ആൾ ഒരു ബർമിംഗ്ഹാം ആൻഡ് സോളിഹൾ മെൻ്റൽ ഹെൽത്ത് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിനകത്ത് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഈ പെങ്കൊച്ചൻ. അവളുടെ പേര് റെമിലക്കൻ ഒലുസേസി, അങ്ങനത്തെ ഒരു പേരാണ്. ഈ 3 പേരോട് ചേർന്നാണ് ഈ ഫ്രോഡ് നടത്തുന്നത്. സോളമൻ്റെ ഉത്തരവാദിത്വം എന്തുവാണ്? ഈ പറഞ്ഞ സംഭവം ഇവിടെ കൊണ്ട് തിരിച്ചു വയ്ക്കുക. ഇമ്മാനുവൽ എന്താ ചെയ്യുന്നത്? പുള്ളി സ്റ്റോർ കീപ്പറാണ്, സ്റ്റോർ മാനേജറാണ്. പുള്ളി ആ സംഭവം മാറ്റി തിരിച്ചു വെക്കുന്നു, വീണ്ടും അടിച്ചു മാറ്റി മറ്റൊന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ ആളുടെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയാണ് ഒരു ഷെൽ കമ്പനി ഉള്ളത്. ഈ UMLൻ്റെ പേര് വരുന്ന എല്ലാ പേയ്മെൻറ്റുകളും UML ഇത് എവിടുന്നേലും വാങ്ങിക്കുന്നതായിട്ട് കാണിക്കണമല്ലോ. ഈ വസ്തു ഒരിടത്തും വാങ്ങിച്ചാണ്, അല്ലാതെ അയാൾ സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടാക്കി ചുരണ്ടി ഉണ്ടാക്കിയതല്ലല്ലോ. അയാൾ ഈ കമ്പനിയുടെ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞൊരു ഷെൽ കമ്പനി, റെമിലക്കൻ ഈ പെങ്കൊച്ചിൻ്റെ ഒഡുസേസിൻ്റെ പേരിലുണ്ടായിരുന്ന കമ്പനിയുടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ പേയ്മെൻറ്റ് കാണിക്കുന്നത്. UML പാവം നിഷ്കളങ്കനും നിരപരാധിയുമായ ഞാൻ എൻ്റെ കയ്യിൽ മറ്റേ വാറ്റിൻ്റെ ഓസ്ട്രേലിയൻ ഹോസ്പിറ്റൽ ട്രസ്റ്റിൻ്റെ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങിക്കുന്നു, എന്നിട്ട് ഈ ഷെൽ കമ്പനിയിലേക്ക് അടയ്ക്കുന്നു. കാരണം നിങ്ങളുടെ നിന്നാണല്ലോ ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാം പൂർത്തിയായി. അത് ക്ലീനായിട്ടാണ് കഥ പോകുന്നത്. അതൊരു ഷെൽ കമ്പനി മാത്രമാണ്. അതിന് പേരുന്ന ആൾ ഊരൊന്നുമില്ല, അതിനൊരു തേങ്ങയില്ല. ആ കമ്പനിക്കകത്ത് വരുന്ന പൈസ അവിടുന്ന് ഇനി ഇവരുടെ 3 പേരുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് വഴിതിരിച്ചിടുക എന്നുള്ളത് മാത്രമാണ് ഈ പെങ്കൊച്ചിൻ്റെ പണി. അപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റൽ ട്രസ്റ്റിനകത്ത് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം ഓർക്കണം. ഇനി 2019 ഒക്ടോബർ മുതൽ 2019 സെപ്റ്റംബർ വരെ ഏതാണ്ട് 3 വർഷം ഇമ്മാനുവലും സോളമനും എല്ലാവരും കൂട്ടി ഇതേ പരിപാടി, ഇത്തരം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് സാധനം മോഷ്ടിക്കുന്നു, സോളമൻ്റെ കമ്പനിയായ UMLന് കൈമാറിയ സാധനം പുതിയ പാക്കിംഗ് ഇട്ടിട്ട് UML ഇതേ സാധനങ്ങൾ തിരിച്ച് ഓസ്ട്രേലിയൻ അക്യൂട്ട് ട്രസ്റ്റിന് വിൽക്കുന്നു, ഈ പൈസ വീണ്ടും തിരിച്ചു പോകുന്നു. ഇതിങ്ങനെ കാലങ്ങളോളം ഒരേ ട്രസ്റ്റ് തന്നെ അവനവൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ട് തിരിച്ച് വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ് 3 വർഷത്തോളം. ഇതിന് സംശയം തോന്നാനുള്ള കാരണം ഒരു പ്രാവശ്യം ഇതിനകത്ത് വന്ന ഒരു പാക്കേജ് ഒരു ടെൻഡറിനകത്ത് സാധാരണപ്പെട്ട ഒരാൾ കൊടുക്കുന്നതിനെക്കാട്ടിലും കുറഞ്ഞ ടെൻഡർ, ആ ടെൻഡർ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. ആ ടെൻഡർ പിടിക്കാൻ വേണ്ടി ഒരു ടെൻഡർ കൊടുത്തു, അതായത് ആ കോൺട്രാക്റ്റ് പിടിക്കാൻ വേണ്ടി ടെൻഡർ കൊടുത്തു. അത് സാധാരണക്കാട്ടിലും വളരെ കുറഞ്ഞ വിലയിൽ, അത് പോസിബിളായിട്ടൊരു കാര്യമല്ല. അങ്ങനെയാണ് ഇവർക്ക് ആദ്യം സംശയം തോന്നി തുടങ്ങുന്നത്. ഇവരുടെ വന്ന ഒരു പാക്കേജ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരൊന്ന് പൊളിച്ച് പരിശോധിച്ചു. അപ്പോൾ അതേണ്ട പണ്ട് ഇവർ റിസീവ് ചെയ്ത ബാച്ച് നമ്പർ എടുത്ത് എക്സാക്റ്റ് മാച്ചായി. അതായത് ഇവരുടെ സ്റ്റോക്ക് റൂമിൽ ഇരിക്കുന്ന ബാച്ച് നമ്പറാണ് ഇതെന്നാണ് ഈ പറയുന്നത്. പക്ഷേ സാധനം പുത്തൻ ഡെലിവറി വന്നതേ ഉള്ളൂ. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇവർ അന്വേഷണം ബഹളമൊന്നും അന്നേരം ഉണ്ടാക്കിയില്ല. ഈ പറഞ്ഞ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നിട്ട് NHSൻ്റെ ഫ്രോഡ് ഫ്രോഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസി ഉണ്ടല്ലോ, അവർക്കാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ് മാച്ച് ചെയ്യുന്നു എന്നുള്ളത് UML നിന്ന് വന്നതല്ല, വേറെ ഏതോ ഒരു സപ്ലയറുടെ നിന്ന് വന്ന ഒരു പ്രൊഡക്റ്റുമായിട്ട് മാച്ചായി ഈ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അതങ്ങനെയാണല്ലോ, വേറെ ഏതോ കമ്പനി കൊണ്ട് കൊടുത്ത സാധനം ഇവൻ അടിച്ച് മാറ്റിയിട്ട് ഇവൻ വഴി വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ഏതോ കമ്പനിയുടെ ആണ് മാച്ച് ചെയ്യുന്നത്. എന്നാണ് ഇത് പുതിയ സാധനങ്ങളല്ലെന്ന് അന്ന് അത് ചെക്ക് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലായി. ഇത് പുത്ത സാധനമല്ല വന്നിരിക്കുന്നത്, ഇവിടെ ഇരുന്ന സാധനം എങ്ങനെയോ വെളിയിൽ പോയി, എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവർ ഓട്ടോമാറ്റിക് എടുത്തതിന് പുറകെ ഓഡിറ്റുകളും കാര്യങ്ങളെല്ലാം നടത്തി സ്വയമായിട്ട് അവർ ഓസ്ട്രേലിയൻ അക്യൂട്ട് ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കുകയാണ്, ഇങ്ങനെ ഞങ്ങളുടെ തന്നെ സ്റ്റോക്ക് ഞങ്ങൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി 2,33,000 പൗണ്ട് ഞങ്ങൾ ഇതിനിടയ്ക്ക് ചിലവാക്കി കഴിഞ്ഞു. അതിനിടയ്ക്ക് ചൈനയിൽ നിന്ന് കുറേ സാധനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചായിരുന്നു. അതോടെ കൂട്ടിയാണ് അത് UML വഴി വന്നിരിക്കുന്നത്. അത്തരം സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ പറയും ഒരു 100 ബാച്ചിൻ്റെ ഒരു പെട്ടി വന്നിരിക്കുന്നത്, അത്ര 5 പെട്ടി മോശമായിട്ടുള്ള പെട്ടി വന്നു, അല്ലെങ്കിൽ 50 പെട്ടി അല്ല 20 പെട്ടി മോശമായിട്ട് വന്നു. സംഭവിച്ചു പോവാം, തെറ്റ് പറ്റാവുന്നതാണ്. നമ്മളെന്ത് സാറിന് ചെയ്യുന്നത്? അത് സബ്സ്റ്റാൻഡേർഡാണ്, ക്വാളിറ്റി കൂടത്തില്ല, ഹൈജീനിക് അല്ല. ഉടനെ നമ്മളത് മൊത്തം ആ ബാച്ച് മൊത്തം പിൻവലിക്കും അല്ലേ? എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ബാച്ച് മൊത്തം പിൻവലിക്കും, പുതിയ ബാച്ച് കൊടുക്കും. ഉടനെ നമ്മളത് തന്നവൻ്റെ പുറകെ അന്വേഷണം കൊണ്ട് അന്നേരം പോകത്തില്ല. അതൊരു വൺ ഓഫ് ഇൻസിഡൻ്റ് ആണ്. പക്ഷേ 3 വർഷത്തിനിടയ്ക്ക് ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് പലതുണ്ടായി. അങ്ങനത്തെ നഷ്ടങ്ങൾ കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 3,06,000 ഇൻവോയ്സ് UML ട്രസ്റ്റിന് ഇങ്ങനെ തന്നെ കിട്ടിയ പ്രൊഡക്റ്റുകൾ ഇവർ അയച്ചിട്ടുണ്ട്.
പക്ഷേ ചില സംശയങ്ങളുള്ളതുകൊണ്ട് ആ സമയത്തെ ഓഡിറ്റേഴ്സും ആ സമയത്തെ പേയ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ചില പേയ്മെൻറ്റുകൾ വിത്ത്ഹോൾഡ് ചെയ്തിരുന്നു. അതും ഒരു നോർമൽ പ്രോസസ്സാണ്. കാലങ്ങളെടുത്തിട്ട് ഇത് റിലീസ് ചെയ്യും, നോർമൽ പ്രോസസ്സാണ്. എന്നാണ് ഇവരുടെ ആദ്യത്തെ പ്രിലിമിനറി ആയിട്ടുള്ള അന്വേഷണങ്ങൾക്ക് അവർക്ക് മനസ്സിലായത് UML എന്ന് പറഞ്ഞ ഈ കമ്പനി ഈ ട്രസ്റ്റിനെ പരിചയപ്പെടുത്തി ഇമ്മാനുവലാണ്, ഈ സ്റ്റോർ മാനേജറായിട്ടുള്ള ഇമ്മാനുവലാണ് ഈ സംഭവം പരിചയപ്പെടുത്തി രജിസ്റ്റേർഡ് സപ്ലയറായിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്ത ഇയാളാണ്. ട്രസ്റ്റും UML തമ്മിലുള്ള എല്ലാ ബിസിനസ് ഡീലുകളും അതിൻ്റെ ഇനിഷ്യേറ്റ് ചെയ്യുകയും പരിചയപ്പെടുത്തി കൊടുക്കുകയും എല്ലാം ചെയ്തിരിക്കുന്ന ഇവനാണ്. ഇവന് ഇതിനകത്ത് എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് അവർക്ക് പിടികിട്ടി. കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനത്തെ പൂളിംഗ് എന്ന് പറഞ്ഞത്, അതായത് ഇങ്ങനത്തെ സപ്ലൈകളെ നമ്മൾ കൊടുക്കുന്ന ഒരു പൂളിങ്ങിനകത്താണ്. ഇവർ എത്ര പേര് ഇതിനകത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും ചുമ്മാ ചെന്നിട്ട് NHSന് സാധനം വിൽക്കാൻ പറ്റത്തില്ല. ഞാൻ തേങ്ങാവെള്ളം വിൽക്കുക അല്ലെങ്കിൽ പിന്നെ കറിവേപ്പില വിൽക്കാൻ ചുമ്മാ കയറി ചെല്ലാൻ പറ്റത്തില്ല. അവരുടെ സ്റ്റാൻഡേർഡിനോട് അനുയോജിച്ച് കയറി വരാൻ വേണ്ടിയുള്ള കമ്പനി സെറ്റ് ചെയ്യാൻ വേണ്ടി പൂളുണ്ട്, കുറേ കമ്പനികളുടെ ഒരു സെറ്റ്. ആ കമ്പനികൾക്കകത്തുള്ള ചിലപ്പം ഗ്ലൗസ് വാങ്ങിക്കാൻ വേണ്ടി ചിലപ്പോൾ 1, 2, 3 കമ്പനിക്കായിരിക്കും ടെൻഡർ കിട്ടുന്നത്. അപ്പം അതിനകത്ത് എങ്ങനെ ഇവൻ കയറി കിട്ടിയെന്നുള്ള സംഭവം അന്വേഷണം വരുമല്ലോ. സ്വാഭാവികമായിട്ടും ഒരിക്കലും അങ്ങനെ കയറി കിട്ടിക്കഴിഞ്ഞാൽ പല ട്രസ്റ്റുകൾക്കും നമ്മൾ തന്നെയായിരിക്കും സപ്ലൈ കൊടുക്കുന്നത്, അങ്ങനല്ലേ? പക്ഷേ ഈ UML എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ മാത്രമേ ഇത് വിറ്റിട്ടുള്ളൂ. വേറെ ഒരു മനുഷ്യന് പോലും ഒരു ക്ലയൻറ്റ് ഇല്ല. ആ UML എന്ന് പറഞ്ഞ കമ്പനിക്ക് വേറൊരു ക്ലയൻറ്റ് ഇല്ല. അവരുടെ പേയ്മെൻറ്റുകൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു NHS ട്രസ്റ്റിന് അവർ സാധനങ്ങൾ വിറ്റിട്ടേ ഇല്ല. സാധാരണ അങ്ങനെയല്ല. ഒരിക്കലും ഈ സെറ്റപ്പിനകത്ത് കയറി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെല്ലായിടത്തും ഓടി നടന്ന് എല്ലായിടത്തും ആ ഒരു കണക്ഷൻ വെച്ച് നമുക്ക് സാധനങ്ങൾ കൊടുക്കാനും അവർക്ക് ആക്സസ് ഉണ്ടാക്കാനും പറ്റും. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. UML ഇവർക്ക് മാത്രമേ സാധനം വിറ്റിട്ടുള്ളൂ. NHS SBS എന്ന് പറഞ്ഞ ആൾക്കാർ കൺഫേം ചെയ്തു ഇവർ മാത്രമേ ഉള്ളൂ ഇവരുടെ കസ്റ്റമർ, വേറൊരാൾക്ക് പോലും ഇവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല. അതോടെ കണ്ടതോടെ ഇവർക്ക് മനസ്സിലായി എന്തോ ഇതിനകത്തൊരു ഫ്രോഡുണ്ട്. തെളിയിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഫ്രോഡുണ്ട്. അങ്ങനെയാണ് ഈ വോർസെസ്റ്റർ അക്യൂട്ട് ഹോസ്പിറ്റൽ ട്രസ്റ്റ് ഈ കേസ് ലോക്കൽ കൗണ്ടർ ഫ്രോഡ് സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്യുന്നത്. അവിടെ നിന്ന് ആ മാറ്റർ അവിടെ നിന്ന് എസ്കലേറ്റ് ചെയ്യുന്നു. കാരണം ഇതിനകത്ത് വേറെ എന്തോ വലിയ ഹൈ ലെവൽ കളിയുണ്ടെന്ന് മനസ്സിലാകുന്നു. NHS കൗണ്ടർ ഫ്രോഡ് അതോറിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിന് സംഭവം പാസ് ചെയ്യുന്നു. അവരുടെ ഇൻവെസ്റ്റിഗേഷനാണ് ഷോക്കിംഗ്. ഇവരുടെ ബിസിനസ് അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കുന്ന എല്ലാ ഫണ്ടും പോയിരിക്കുന്നത് ലോവിസ് മെഡിക്കൽ UK ലിമിറ്റഡ് എന്നൊരു ഷെൽ കമ്പനിയിലേക്കാണ്. ആ കമ്പനി ആരുടേതാണ്? മുമ്പേ ഞാൻ പറഞ്ഞ പെങ്കൊച്ച്, ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഈ പെങ്കൊച്ചിൻ്റെ പേരുള്ള കമ്പനിയാണത്. ആ കമ്പനിക്കെതിരെ സപ്ലൈ ഉണ്ടോ, സപ്ലൈ ചെയിൻ ഉണ്ടോ, വേറെ രാജ്യങ്ങളിൽ കമ്പനി ഉണ്ടോ, ഒന്നുമില്ല. പക്ഷേ ആ കമ്പനിയിലേക്കാണ് ഈ പേയ്മെൻറ്റുകൾ മുഴുവൻ റൺ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് അത് എങ്ങോട്ട് പോകുന്നത്? ഫിനാൻസ് പ്രോപ്പറായിട്ട് കേസ് കൊടുത്താലേ പിന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അവർ കേസ് കൊടുത്തു. ആ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് 3 പേർക്കാണ് ഈ ഫണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കണ്ടപ്പം ഇപ്പോൾ ക്ലാരിറ്റി ആയി ഇല്ലേ? ഇപ്പോൾ ഇന്നത്തെ ഫ്രോഡ് ക്ലിയർ ആയില്ലേ? ആരാണ് മണ്ടനായത്? കാലങ്ങളോളം ഇവരുടെ സ്റ്റാഫായിട്ട് നിന്നിട്ട് ഇവരെ മോഷ്ടിച്ച് തുറന്ന് തിന്നുകൊണ്ടിരുന്ന ഒരു തുരപ്പൻ, ആ തുരപ്പൻ്റെ ചെറുതക്കൊണ്ടിരുന്ന വേറൊരുത്തൻ, ഇങ്ങനെ ഒരു കമ്പനി, ഒരു വലിയ ട്രസ്റ്റിനെ മൊത്തം പറ്റിച്ച ആൾക്കാരാണ് നമുക്കിടയിൽ ജീവിക്കുന്ന ഓർക്കണം. ഇനി ഈ കേസിൻ്റെ വേറൊരു ഡേഞ്ചർ സാധനങ്ങൾ എന്ന് പറഞ്ഞു, മുമ്പ് ഞാൻ പറഞ്ഞു ചൈനയിൽ നിന്ന് ഇറക്കിയ സാധനങ്ങൾ പറഞ്ഞു. ഇവർ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറയുന്ന സാധനങ്ങൾ വളരെ സബ്സ്റ്റാൻഡേർഡാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ 3.5 പൗണ്ട് വിലയുള്ളൊരു ബോക്സ് എന്ന് പറഞ്ഞാൽ ചൈനയിൽ നമുക്ക് 50 പെൻസ് താത്ത് കിട്ടും. പക്ഷേ അപ്പോൾ അത് അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര അനുഭവം ഉണ്ടായിരിക്കും. ചില ഗ്ലൗസുകൾ കയറ്റിയിടുമ്പം നമ്മൾ പിടിച്ച് വലിച്ചിട്ട് അന്നേരം അത് കീറിപ്പോവും. അത് മുകളിൽ വരെ ഒന്ന് പിടിച്ചിടാൻ പോലും പറ്റില്ല. അത്ര ഇങ്ങനെ ഒരുപാട് നെല്ലിക്കഴത്തെ കിടക്കുന്ന സാധനം സബ്സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. അതൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഒരു സിറ്റുവേഷനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഹൈജീനിക് ആയിട്ടൊരു വസ്തുവേ അല്ല. സ്വാഭാവികമായിട്ടും നമുക്കത് മൊത്തം പിൻവലിക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ഈ ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന സാധനങ്ങൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് വാമപ്പ് ജാക്കറ്റ്സ്, നീഡിൽ കണ്ടെയ്നേഴ്സ്, ഡ്രഗ് ലേബിൾസ്, ഇതൊക്കെ ഇങ്ങനെ ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്തിരുന്നതാണ്. ഇതെല്ലാം ഈ ഹോസ്പിറ്റലിന് തിരിച്ചെടുക്കുകയും നശിപ്പിക്കുകയും പുതിയ സംഭവം വേറെ സപ്ലൈയുടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യേണ്ടി വന്നായിരുന്നു. അങ്ങനെ നഷ്ടത്തിൻ്റെ ലെവലും ഈ ആൾക്കാരുടെ ജീവന് ഹാനിയാകുന്ന ലെവലിലോട്ട് ഈ സംഭവത്തിനെ കൊണ്ടുപോയായിരുന്നു. അതൊക്കെയാണ് ഇത് എസ്കലേറ്റ് ചെയ്യാൻ കാര്യം. എനിവേ, ഏതായാലും ഇമ്മാനുവലിനെ സോളമനെ 2019 സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്തു. ഇവരുടെ ഹോം അഡ്രസ്സിൽ, സോളിഹലിലാണ് ഇവർ താമസിക്കുന്നത്. ഹോം അഡ്രസ്സിനകത്ത് ഇതുണ്ടായി, ഇൻ്റർവ്യൂസ് ഉണ്ടായി. ഹോം അഡ്രസ്സിനകത്ത് റെയ്ഡ് ഉണ്ടായി. അപ്പോൾ UMLൻ്റെ ബിസിനസ് അഡ്രസ്സിനകത്ത് അവിടെ റെയ്ഡ് ഉണ്ടായി. അത് അവിടെ തന്നെയാണ്. 16,000-ലധികം വിലയുള്ള സ്റ്റോളൻ NHS, അതായത് അവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് അടുക്കി വെച്ചിരിക്കുക പുതിയ പാക്കറ്റ് കയറ്റാൻ. അത്രയും 16,000 പൗണ്ടിന് മുകളിൽ വിലയുള്ള വസ്തുക്കളെ, അങ്ങനത്തെ സ്റ്റോക്ക് മാത്രം അവരുടെ ട്രസ്റ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് മാത്രം അവിടെ വെച്ച് കണ്ടുപിടിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരെ വീണ്ടും 2020 മാർച്ചിൽ ഇവരെ വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഈ പറഞ്ഞ ഒരു സെസ് ഇതിനകത്ത് ബന്ധപ്പെടുന്നു. ഈ പുള്ളിക്കാരി ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഇതിനകത്ത് വേറൊരു ടെസ്റ്റ് അവിടെ വെച്ച് കണ്ടുപിടിക്കുന്നു. ഈ സോളമൻ എന്ന് പറഞ്ഞ വ്യക്തി, മാനുവലല്ല സോളമൻ, ഈ കമ്പനി UML എന്ന് പറഞ്ഞ കമ്പനി ഉടമയുണ്ടല്ലോ, പുതിയ പാക്കറ്റിലിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കുന്നത്, അവനെ ഓൾറെഡി ഇതുപോലെ വേറെ സെപ്പറേറ്റ് ഒഫൻസിനെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിരുന്നതാണ്. അല്ലെ, അവൻ ഗിൽറ്റി പ്ലീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അന്ന് അവൻ ചെയ്തിരിക്കുന്ന ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് പ്രോസസ്സിംഗ് ഉണ്ട്. ഇനി ഏതായാലും കുറച്ച് പേയ്മെൻറ്റ് വിത്ത്ഹോൾഡ് ചെയ്തുകൊണ്ടാണ് 40,000 പൗണ്ട് ലാഭം ഉണ്ടായെന്ന് പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഏതായാലും ഈ കേസിൽ നിന്ന് കെയർ വർക്കർമാർക്കും നേഴ്സുമാർക്കും പഠിക്കേണ്ട ഏക പാഠമെന്ന് പറഞ്ഞാൽ NHSനകത്ത് ഫോർത്ത് ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പണി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2019 കഥ ഇന്ന് 2026 വെടി വരുന്നത് അല്ലേ? വർഷം ഇത്രയും കഴിഞ്ഞു, അത് വിടൂല അവർ.
അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ അവർ കാലങ്ങളോട് അതിൻ്റെ പുറകെ അന്വേഷിച്ച് കുത്തിപ്പൊക്കെ കണ്ടുപിടിക്കുന്ന ഇവരുടെ സ്വഭാവമാണ്. ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് നിൽക്കരുത്. എല്ലാവരും ഇപ്പോൾ ധൈര്യം കൂടിയിട്ട് PDF ഒക്കെ ഒറ്റയ്ക്ക് അടിച്ചിറക്കുന്ന കഥയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. നാട്ടിലോട്ട് TV കൊണ്ടുപോകാൻ വേണ്ടി TV യൂസ്ഡ് ആണ് കാണിക്കാൻ വേണ്ടി ഇവിടുന്ന് PDF-ൽ ബില്ലടിച്ച് കൊടുക്കുന്ന കഥയൊക്കെ കേട്ടു തുടങ്ങി. പുതിയ വന്ന പിള്ളേരുടെ കടയിലാണ്. എടോ, ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഒരിക്കൽ പിടുത്തം വീണ് കഴിഞ്ഞാൽ അവനോ നിൽക്കുന്ന ജോലിക്ക് ഉൾപ്പെടെ ബാധിക്കും. 500 പൗണ്ട് TVയുടെ പൈസ ലാഭിക്കാൻ വേണ്ടി ഇത്തരം കളികൾ കളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ തിരിച്ചടിക്കും. പിടി വീഴാതിരിക്കുന്നിടത്തോളം അടിപൊളിയാണ്. പക്ഷേ പിടി വീണാൽ ജീവിതം കൈവിട്ടു പോകും. പിന്നെ ഇതുപോലത്തെ കറക്റ്റ് ഡോക്യുമെൻറ്റേഷൻ, നമ്മൾ ജെനുവിനായിട്ട് കറക്റ്റ് ഡോക്യുമെൻറ്റേഷൻ കൊടുത്ത് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് കയറുമ്പം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ഇതുപോലത്തെ ഉടായ്പ പേപ്പർ വർക്ക്, ഉടായ്പ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗം വന്ന് കയറുന്നത്. നിങ്ങൾക്ക് പറ്റാത്ത കയ്യാലെ കയറരുത്. ഇപ്പം നിങ്ങൾക്ക് അപ്പുറത്തെ അവൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി കഷ്ടപ്പാട് സങ്കടമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അവൻ്റെ ഗതികേട് കൊണ്ടല്ലേ ചെയ്യുന്നതൊക്കെ തോന്നുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കൊണ്ട് തല വെച്ച് കൊടുക്കരുത്. നിങ്ങളും പെടും. കാരണം ഇതുപോലെ ഇവർ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവൻ ഇന്ത്യനാണ് അല്ലെങ്കിൽ ഇവൻ വേറെ ഇടത്തുനിന്നാണ്, ഇവരെല്ലാം ഒരേ നാട്ടുകാരാണ്, ഒരിടത്തു നിന്നുള്ളതാണ്. ഇപ്പം ഇവന്മാർ തമ്മിൽ എന്തോ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്, ഇവന് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി കൊടുത്തെന്നുള്ള സംഭവമൊക്കെ വരും. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഈ റെഫറൻസ് കൊടുക്കുമ്പോൾ അത് ഇവിടുത്തെ പുതുതായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കേട്ടു തുടങ്ങുന്നൊരു സംഭവമാണ്. വീണ്ടും ഒന്നും എടുത്ത് പറയുന്നു. നിങ്ങളുടെ ഹോമിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ വേറെ സ്ഥലത്ത് താമസം മാറിപ്പോയി, ജോലി മാറിപ്പോയി, അയാൾ കുറച്ച് കാലം നിങ്ങളോട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അയാൾ ഹോസ്പിറ്റൽ ത്രൂ റെഫറൻസ് എടുക്കുന്നില്ല. പകരം ചേച്ചി എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമോ, എനിക്കൊരു റെഫറൻസ് തരാമെന്ന് ചോദിക്കുന്നു. ഒരിക്കലും ഇത് ചെയ്യരുത്. നിങ്ങൾ എവിടെ വർക്ക് ചെയ്തു, ആ പുള്ളിക്കാരി എവിടെ വർക്ക് ചെയ്തു, അവിടെ നിന്നുള്ള റെഫറൻസ് കിട്ടാൻ അവർ സർവ്വത അർഹരാണ്. അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ആ സംഭവം അവർ വാങ്ങിച്ചോളും. അല്ലാതെ നിങ്ങളുടനെ ഇടയ്ക്ക് കയറി റെഫറൻസ് എഴുതി കൊടുക്കരുത്. കൊടുത്താൽ പണി കിട്ടും. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ റെഫറൻസ് കൊടുത്തൊരു 3 വർഷം 4 വർഷം കഴിഞ്ഞാൽ അവർ വഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പം നിങ്ങൾ നേഴ്സോ രജിസ്റ്റേർഡ് ബോഡിയിലുള്ള ഒരു സംഭവമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പണി കിട്ടും. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ റെഫറൻസ് കൊടുത്തു എന്നൊരു പണി കിട്ടും. അതുകൊണ്ടാണ് റെഫറൻസ് ഇങ്ങനെ കൊടുക്കരുതെന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ അഡ്മിൻ ത്രൂ അവരുടെ പോളിസി എന്താണോ ആ പോളിസി വഴി മാത്രമേ റെഫറൻസ് പോകാവുള്ളൂ. അല്ലാതെ സ്നേഹപ്പുറത്തോ സന്തോഷപ്പുറത്തോ റെഫറൻസ് കൊടുക്കരുത്. ഇത്തരം ഒരു കേസ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അത്ര അവയർനെസ് ഉണ്ടാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പൊട്ടനായത്. നിങ്ങളുടെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പോർട്ടർമാരായിക്കോട്ടെ, കെയർമാരായിക്കോട്ടെ, നേഴ്സായിക്കോട്ടെ എല്ലാവരും വിശുദ്ധരൊന്നും അല്ല. വിശുദ്ധന്മാരല്ലാത്തവരും നമുക്കിടയിലുണ്ട്. ആ വിശുദ്ധൻ്റെ തലയ്ക്കകത്ത് കൊണ്ട് കഷത്തിൽ കൊണ്ട് തല വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരിക്കലും ഊരാൻ പറ്റത്തില്ല. അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഈ കേസിന് വിശദമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.